ഹരഹര മഹാദേവ്. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കുംഭമേളയിലേക്ക് സ്വാഗതം. ഇവിടെ അത്ഭുതകരങ്ങളായ മുന്നൊരുക്കങ്ങളാണ് കാണാൻ സാധിച്ചത്. നമുക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. ഗംഗാതീരം ഏകദേശം 35 ചതുരശ്ര കിലോമീറ്റർ ദൂരം മുഴുവൻ താമസ സൗകര്യങ്ങൾ ഒരുക്കി പല 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 റോഡുകൾ. ഗംഗയുടെ ഒരു ഭാഗത്തൊരു ചിറകെട്ടി ആ ഗംഗയുടെ ഒഴുക്ക് നിയന്ത്രിച്ചിട്ട് അവിടെ മുഴുവൻ താമസ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. ഏകദേശം 1100 കിലോമീറ്റർ റോഡുകളാണ് 25 സെക്ടറുകളാക്കി തിരിച്ചിരിക്കുന്ന ഇവിടെ ഒരുക്കിയിട്ടത്. ആ റോഡുകളെല്ലാം ഇരുമ്പ് പ്ലേറ്റ് കൊണ്ട് ആണ് ഒരുക്കിയിട്ടുള്ളത്. ആ മണ്ണിൽ ആഴ്ന്നു പോകാതെ ഏകദേശം ഒരു 2-3 വാഹനങ്ങൾക്ക് ഒരുമിച്ച് സഞ്ചരിക്കാവുന്ന വിശാലമായിട്ടുള്ള റോഡുകൾ. അത് ഓരോ സെക്ടറുകളിലും പോലീസ് ബൂത്തുകൾ, മാർഗനിർദ്ദേശങ്ങൾ, ലക്ഷക്കണക്കിന് അറിയിപ്പിൻ്റെ ബോർഡുകൾ. അതുപോലെ തന്നെ ഈ 35 ചതുരശ്ര കിലോമീറ്റർ ദൂരത്തുള്ള 2 ലക്ഷത്തോളം ആശ്രമങ്ങൾക്ക് അതിനുള്ള വ്യവസ്ഥകൾ. ആ ആശ്രമങ്ങളിലും അതുപോലെ അല്ലാത്ത സ്ഥലങ്ങളിലുമൊക്കെ താമസിക്കുന്നവർക്ക് എല്ലാവർക്കും വൈദ്യുതി, എല്ലാവർക്കും ശുദ്ധജല വിതരണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഇടയ്ക്ക് ഓരോ സെക്ടറിലും ചികിത്സാ ക്യാമ്പുകൾ, സൗജന്യമായിട്ടുള്ള ഭക്ഷണ സൗകര്യങ്ങൾ. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും സൗജന്യ ഭക്ഷണം. പല 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 ആശ്രമങ്ങൾ മത്സരിച്ചുകൊണ്ട് ഭക്ഷണം നൽകുന്നു. അതുപോലെ തന്നെ 2 ലക്ഷത്തോളം പോലീസുകാർ. ഈ 2 ലക്ഷത്തോളം പോലീസുകാർ യാതൊരു അനാവശ്യ ബഹളങ്ങളോ ഒന്നുമില്ലാതെ വളരെ മര്യാദയോടുകൂടിയിട്ട് വരുന്നവരെ എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഞാൻ ഇന്ന് രാവിലെ കണ്ട കാഴ്ച, എല്ലാ റോഡുകളും വൃത്തിയാക്കി വളരെ വളരെ വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ശൗചാലയങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അവരെ വളരെ വൃത്തിയും വെടിപ്പോട് കൂടിയിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഒഴുകുന്ന ജനങ്ങളാണെങ്കിലോ ഇന്ന് ഏകദേശം 1.5 കോടി ജനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നാളെ മൗനി അമാവാസി. ആ മൗനി അമാവാസി പ്രമാണിച്ച് ഒരു 10 കോടി ജനങ്ങളുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ജനസംഖ്യ തന്നെ 4 കോടിയാണെങ്കിൽ ഇവിടെ നാളെ 10 കോടി ഭക്തജനങ്ങളാണ് സ്നാനത്തിനായിട്ട് വരാം. എല്ലാവരുടെയും ലക്ഷ്യം തീർത്ഥസ്നാനം, പ്രയാഗ്രാജിലെ തീർത്ഥസ്നാനം. വിദേശങ്ങളിൽ നടക്കം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 ലക്ഷത്തോളം ആശ്രമങ്ങൾ. ആ ആശ്രമങ്ങളെല്ലാം ഈ സെക്ടർ കേന്ദ്രീകരിച്ചാണ്. ഈ എല്ലാ സെക്ടറുകളിൽ നിന്നുള്ള റോഡുകളും ഈ സംഗം ഘാട്ടിലേക്കാണ് പോകുന്നത്. രാജവീഥി എന്ന് പറയുന്നത് സംഗം ഘാട്ടിലേക്കാണ്. ആ സംഗം ഘാട്ടിലേക്ക് എത്തുന്ന രീതിയിലാണ് എല്ലാ സെക്ടറുകളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം ഈ ദിവസം 45 ദിവസങ്ങളും ജ്ഞാനയജ്ഞങ്ങൾ, ഭാഗവത പ്രവചനങ്ങൾ, അതുപോലെ തന്നെ ഭജനകൾ, ഇങ്ങനെ പല വിധത്തിലുള്ള സംഗീത പരിപാടികൾ, കലാപരിപാടികൾ. ഇന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു മഹോത്സവം ഇന്ന് നടന്നത്. ഇന്ന് അവധീശ്വരഗിരി മഹാരാജിൻ്റെ ആശ്രമത്തിൽ വലിയൊരു സന്ത സംഗമം നടന്നു. 100 കണക്കിന് സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു സംഗമം. അതുപോലെ തന്നെ ഇന്ന് ഈ പ്രയാഗരാജിൻ്റെ ഒരു വലിയ പ്രത്യേകത, 3 ശങ്കരാചാര്യന്മാർ ഇന്ന് ഒരുമിച്ച് കൂടി അവരുടെ ഒന്നിച്ചുള്ളൊരു സമ്മേളനം നടന്നു എന്നുള്ളത് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഫെബ്രുവരി 26 വരെ സമയമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയാഗരാജിലെത്താം. വലിയ ശാരീരിക ക്ലേശമൊന്നുമില്ലെങ്കിൽ ഒരു 10 കിലോമീറ്ററൊക്കെ
നടക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഫെബ്രുവരി 3, ഫെബ്രുവരി 26 ഈ 2 ദിവസങ്ങളിൽ തിരക്ക് കൂടും. ആ വസന്ത പഞ്ചമിയും ശിവരാത്രിയും ഈ 2 ദിവസങ്ങൾ ഒഴികെ ബാക്കി ദിവസങ്ങളിലെല്ലാം നമുക്ക് സുഖമായിട്ട് ത്രിവേണി സംഗമ സ്നാനം ചെയ്യാം, ഗംഗാ സ്നാനം ചെയ്യാം. അതുകൊണ്ട് സാധിക്കുന്നവരെ ഇതൊരു 144 വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ ഒരു മഹാഭാഗ്യമാണ്. അതിനി നമുക്ക് ഈ ഒരു നമ്മുടെ ആയുഷ്കാലത്തിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതെ പരമാവധി ഇത്തവണ ഇവിടെ ജൂൻ അഖാഡ നമ്മുടെ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ആനന്ദവനം സ്വാമിജിയുടെ നേതൃത്വത്തിൽ കാളികാപീഠം എന്ന ഒരു പേരിൽ ഒരു ആശ്രമവും മലയാളികൾക്ക് എല്ലാവർക്കും അവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ നേരത്തെ വിളിച്ച് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് താമസ സൗകര്യം ഒരുക്കുന്നുണ്ടാവും. അതുകൊണ്ട് പരമാവധി ഫെബ്രുവരി 26-നകത്ത് ഈ ഒരു മഹാകുംഭമേളയിൽ പങ്കാളികളാവാൻ മഹാദേവൻ്റെ ഇത് ജീവിതത്തിൽ കിട്ടുന്ന ഒരേ ഒരു അവസരമാണ്. അതുകൊണ്ട് മഹാദേവൻ്റെ ആ ഒരു അനുഗ്രഹം, ഗംഗാമാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹര ഹര മഹാദേവ്.